ആളുകൾ പറയുന്നത് ഞാൻ ഒരേ ടൈപ്പ് പടങ്ങളാണ് ചെയ്യണതെന്ന്. എനിക്ക് ഏറ്റവും ആദ്യം അട്രാക്റ്റഡ് ആയിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിൻ്റെ കളികളും ചിരികളും ഇടികളും ഒക്കെയാണ്. പുതിയൊരു ആക്ടറിനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോഴും അതിനുശേഷം ഫഹദിലാണ്. ഒരാൾ അഭിനയം ക്യാരക്ടർ ചോദിച്ചിട്ട് ഇപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ഇല്ല നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, അവൻ തകർന്നു പോവില്ല അവിടെ. ഞാനൊരു പ്രാന്തനെ പോലെ അലഞ്ഞിരിക്കും. ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ കിണ്ടി അന്വേഷിച്ച് നടന്നിരിക്കും. പിന്നാലെ നിങ്ങൾ എന്തിനാ സണ്ണി കിണ്ടി അന്വേഷിക്കണം, അവിടെ പൈപ്പ് ഉണ്ടല്ലോ, കിണ്ടി ഞാൻ അവിടെ കൊടുന്നെത്തിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സിനിമ എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറിയ സ്ഥലമാണ് കൊച്ചി. അപ്പോൾ അത് എപ്പോഴും എനിക്ക് പിന്നെ കുറച്ച് ദൂരെ പോയിട്ട് അത് അങ്ങനെ തന്നെ കാണണം, അത് ഉണ്ടാവണം. അപ്പം നമുക്ക് പറഞ്ഞത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും, വിശപ്പ് മാറുമ്പോൾ നിൻ്റെ ഭക്ഷണം കഴിക്കൽ നിർത്തണം, അല്ലാതെ വയറ് നിറച്ചല്ല കഴിക്കേണ്ടത്. ഷെമിൻ സ്റ്റുഡിയോയിൽ ഇന്ന് ഷൈൻ ടോം ചാക്കോ. ഷെമിൻ സ്റ്റുഡിയോയിൽ വരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ നേരിട്ട് ഒരു വട്ടം കണ്ടിട്ടുണ്ട്. കാരവനിൽ നിന്ന് വഴക്കുണ്ടായി. ഓക്കെ, അതിനുശേഷം ഇൻ്റർവ്യൂവിനായിട്ട് ആദ്യമായിട്ട് കാണുകയാണ് നമ്മൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ തയ്യാറായിട്ട്. നമുക്ക് ഇൻ്റർവ്യൂവിൽ കണ്ടൊരു രൂപമുണ്ടല്ലോ, അതുപോലെയല്ല, ഒന്നും മിണ്ടുന്നില്ല, ഭയങ്കര റിസർവ്ഡാണ്. ഞാൻ എങ്ങനെ തുടങ്ങുന്നൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെയാണോ പൊതുവേ ഇങ്ങനെയാ? ഓക്കെ. പക്ഷെ ഇന്റർവ്യൂവിൽ ഒരുപാട് വാചാലനാകുന്ന ഷൈനാണല്ലോ. ഇന്റർവ്യൂസും നമ്മൾ ആദ്യം കൊടുക്കാൻ തുടങ്ങിയ സമയങ്ങളിൽ അധികം ആളുകളിലേക്ക് എത്തിയിരുന്നില്ല. അപ്പോൾ ഇന്റർവ്യൂ കുറച്ച് രസകരമാക്കിയപ്പോൾ ആളുകൾ കാണാൻ തുടങ്ങി. അപ്പോൾ ഇന്റർവ്യൂ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇന്റർവ്യൂവും എന്റർടൈൻ ആക്കിയാലാണ് അത് നടക്കുള്ളൂ എന്ന് തോന്നി. അതായത് സിനിമ മാർക്കറ്റ് ചെയ്യുന്ന പോലെ തന്നെ സിനിമ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇന്റർവ്യൂസ് ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇന്റർവ്യൂ രസകരമാക്കണം. പണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നീട് അതിനെ നമ്മൾ കോൺവെർസേഷൻസ് ആക്കിയപ്പോഴാണ് ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയത്. ആ കോൺവെർസേഷൻ കുറച്ചും കൂടി രസകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിലെ ആക്ഷൻസും കുറച്ച് മസാലകളൊക്കെ ചേർക്കും. ബോധപൂർവ്വം ചേർക്കുന്നതാണ്. അപ്പം ബോധപൂർവം ഇന്റർവ്യൂസ് എൻ്റർടൈൻ ആക്കാൻ വേണ്ടി ചെയ്യണതാണ്. കാരണം ഇത്രയധികം ഇൻ്റർവ്യൂസ് കൊടുക്കുന്ന സമയത്ത് വളരെ അച്ചടക്കത്തോടു കൂടി ഇരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഇൻ്റർവ്യൂ കണ്ട് ബോറടിക്കും ആളുകൾ ആക്ച്വലി. അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഇൻ്റർവ്യൂസ് എടുക്കാൻ വരുന്ന കുട്ടികളാണെങ്കിലും അവരൊരു ചിറ്റ് ഷോ പോലത്തെ ഒരു സംഭവമല്ല ചെയ്യുന്നത്, ഇൻ്റർവ്യൂസ് അല്ലല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂസ് രസകരമായിട്ട് ഇപ്പം കാണുന്ന ആളുകളൊക്കെ പറയുന്നത് ഇൻ്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ, നല്ലതാണെന്ന്. അപ്പം ഞാൻ പറയും മടം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂസ് കൊടുക്കുന്നത്, പടങ്ങളും ഇടയ്ക്ക് കാണണം. ഇപ്പോൾ വിവേകാനന്ദൻ വൈറലാണ്. ഒന്ന് ഷൈൻ്റെ 100ാമത്തെ പടമാണ്, പിന്നെ ഷൈൻ്റെ ഗുരുവിൻ്റെ പടമാണ്. കമൽ സാറ് ഷൈനെ നായകനാക്കി ചെയ്യുന്ന പടമാണ്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം, ഗദ്ദാമയ്ക്ക് ശേഷം നായകനായി ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് കമൽ സാറിൻ്റെ കൂടെ? കമൽ സാർ നായകനായിട്ട് അഭിനയിപ്പിക്കുമെന്നാണ് നമ്മൾ ആദ്യം വിചാരിക്കുന്നത്. പടത്തിൽ വരുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ പടത്തിൽ റോൾ കിട്ടുമെന്ന് വിചാരിച്ചു. പിന്നീട് ഒരു 9 വർഷം കഴിഞ്ഞ സമയത്ത് ആഷിഖ് പടം ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, ആഷിഖിൻ്റെ ഡാഡി കൂൾ എന്ന് പറയുന്ന പടം തുടങ്ങുന്ന സമയത്ത് ആഷിഖിൻ്റെ പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനായിട്ട് മാറി നിന്നു. അപ്പോഴേക്കും ഏകദേശം ഇനി എനിക്ക് പടത്തിൽ ചാൻസ് കിട്ടാനൊന്നും പോകുന്നില്ല, ഇത്രയും വർഷം ഉണ്ടായിട്ടൊരു റോൾ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സമയത്താണ് ഞാൻ മുടിയൊക്കെ വളർത്താൻ തുടങ്ങിയത്, കുറച്ചും കൂടി റിബലായി ആ രീതിയിലുള്ള ഒരു ലുക്കിലേക്ക് മാറി. അപ്പോഴാണ് കമൽ സാറിൻ്റെ ഗദ്ദാമ എന്ന് പറഞ്ഞ ചിത്രത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്നത്. അത് മുടി വളർത്തിക്കൊണ്ട് മാത്രമാണ്, ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതിനുശേഷം അടുത്ത പടത്തിൽ കിട്ടും, അല്ലെങ്കിൽ അടുത്ത പടങ്ങളിൽ സാറിൻ്റെ പടത്തിൽ കുറച്ചും കൂടി നല്ല വേഷം കിട്ടും എന്ന് വിചാരിച്ച് കാത്തിരുന്നു. അപ്പോൾ സാറ് അക്കാഡമിക് ചെയർമാനായി. ഞാൻ പിന്നെ കണ്ടിന്യൂസ്ലി പടം ചെയ്യുന്ന സമയത്ത് സാറ് പടം ചെയ്തേ ഇല്ല ഒരു 5-6 വർഷം. പിന്നെ കൊറോണയും വന്നു. പിന്നീട് ഞാനിടയ്ക്ക് സാറിനോട് സാറ് പടം ചെയ്ത് സാറ് 5-6 വർഷമായില്ലേ. അങ്ങനെയാണ് സാർ ഇങ്ങനെ സബ്ജക്റ്റ് ആലോചിച്ചതും. അക്കാഡമിക് ചെയർമാൻ രാജിവെച്ചതിന് ശേഷം ആണ് സാറ് വീണ്ടും പടം ചെയ്യാൻ അതിനെപ്പറ്റി ആലോചിച്ചതും ഇങ്ങനൊരു സബ്ജക്റ്റ് പറഞ്ഞതും. അപ്പോൾ എന്നെ സംബന്ധിച്ച് സാറ് ഏത് സബ്ജക്റ്റ് പറഞ്ഞാലും ഞാൻ എന്നും ഓക്കെയാണ്. കാരണം സാറ് ഒരുപാട് ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും കൂട്ടിയും കുറച്ചാണ് ഒരു സബ്ജക്റ്റിലേക്ക് എത്തുന്നത്. പിന്നെ എല്ലാ സബ്ജക്റ്റുകളും ഒന്നിനൊന്ന് ഡിഫറൻറ്റും ആയിരിക്കും. സാറിൻ്റെ പടങ്ങൾ എടുത്തു നോക്കി, മേഘമൽഹാർ കഴിഞ്ഞിട്ട് നിറം പോലുള്ള പടം, അല്ലെങ്കിൽ നിറം കഴിഞ്ഞിട്ട് മേഘമൽഹാർ ചെയ്യണം, അതിൻ്റെ ഇടയിൽ മധുരമുലക്കാറ്റ് ചെയ്യും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകളായിരിക്കും, കഥാപശ്ചാത്തലമായിരിക്കും. അപ്പോൾ പിന്നെ സാറിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്, കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്.
പിന്നെ ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കുന്നതിലൊക്കെ ഇതിന് മുന്നേ ഉള്ള ഡയറക്ടേഴ്സിന് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഇപ്പോൾ സാറിൻ്റെ കാലഘട്ടമാണെങ്കിലും അതിന് മുന്നത്തെ കാലഘട്ടങ്ങളാണെങ്കിലും അവർ ഷോട്ട് ബൈ ഷോട്ടാണ് എടുക്കുക. പർട്ടിക്കുലർ ഏത് ഷോട്ടാണോ വേണ്ടത് അത് മാത്രമേ എടുക്കുകയുള്ളൂ. പ്ലേസ് കുറവല്ലേ, പ്ലേ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ അവർ എക്സാക്റ്റ് ഒരു ശില്പം കൊത്തിയെടുക്കുന്നത് പോലെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കൊത്തിയിട്ടാണ് ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് സാറിൻ്റെ വിവേകാനന്ദൻ വൈറലാണെന്ന ചിത്രത്തിൽ ലീഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് സമയത്ത് നേരം വൈകാതെ ലൊക്കേഷനിലെത്തണം, സാറിനെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കരുത്, അങ്ങനത്തെ ടെൻഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കമൽ സാറ് നമ്മളോട് സംസാരിച്ച് പറഞ്ഞാൽ എന്താ അറിയോ, അപ്പോൾ ഗദാമ ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഷൈൻ സിനിമയിലുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴൊക്കെ ആണെങ്കിലും കൃത്യസമയത്ത് ഷൈൻ ഉണ്ടാവും. ഇപ്പോൾ ഈ കുട്ടികളികളും ഒക്കെ പുറത്താണ്, സെറ്റിൽ ഭയങ്കര സീരിയസ് ആണ് എന്നാണ്. അത് ചിലപ്പോൾ ഈ സിനിമയുടെ പിന്നിലെ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് കൂടിയാണോ, അതോ ഇങ്ങനെ തന്നെ വേണമെന്നൊരു തീരുമാനമാണോ? അല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഷൂട്ടിങ്ങിൻ്റെ സമയത്തും ഒക്കെ ആ വർക്കിൻ്റെ മൂഡിലായിരിക്കും എല്ലാ പടങ്ങളിലും. അത് സാറിൻ്റെ പടം എന്നാൽ സാറ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് മേഖലയാണെങ്കിലും നമ്മൾ എൻ്റർടൈൻ ആയിട്ടിരിക്കാൻ പാടില്ല ലൊക്കേഷനിൽ. നമ്മൾ ഭയങ്കര വിജിലൻ്റായിട്ടും ശ്രദ്ധിച്ചും, അല്ലെങ്കിൽ ചെറിയ ശ്രദ്ധ പിഴവുകൾ പോലും ഒരുപാട് നേരം കളയുന്ന ഒരു പരിപാടിയാണ്. കാരണം ചെറിയൊരു സ്ലൈഡോ ഒരു പേനയോ മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മിസ്സായിട്ട് കാത്തിരിക്കേണ്ടി വരും അത് കിട്ടാൻ വേണ്ടി. സാറ് ഭയങ്കര കർക്കശമാണ്, കാരണം കണ്ടിന്യൂറ്റിയുടെ കാര്യത്തിൽ. കാരണം കണ്ടിന്യൂറ്റിയാണ് ഒരു ചിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇന്ന് എടുക്കുന്ന സീൻ്റെ ബാലൻസ് എടുക്കുന്നത് നാളെ ആയിരിക്കും. അപ്പം ആ കുത്തിയിരിക്കുന്ന പേന ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതേപോലത്തെ ഷർട്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതേപോലത്തെ ബെൽറ്റ് ഇല്ലെങ്കിൽ, അതേപോലത്തെ ബാഗ് ഇല്ലെങ്കിൽ, വാച്ച് ഇല്ലെങ്കിൽ ഒക്കെ പ്രശ്നമാണ്. അതില്ലാതെ എടുക്കാവുന്ന വഴികളുണ്ടെങ്കിലും ഒരു സിനിമയാക്കുന്നതും അത് ഒരൊറ്റ സമയത്ത് നടക്കുന്നതാണെന്ന് തോന്നിപ്പിക്കുന്നതും ഈ കണ്ടിന്യൂറ്റിയും ക്യൂ ആണ്. അപ്പോൾ ആ കാര്യത്തിൽ സാറിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ചീത്തകൾ കേട്ടിട്ടുണ്ട് കണ്ടിന്യൂറ്റി നോക്കുന്നവർക്ക്. കാരണം അങ്ങനെ ചീത്ത കേട്ടാലാണ് നമ്മളത് ഓർക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ അഭിനയിക്കുമ്പോൾ അത് നമ്മുടെ ഓർമ്മയിൽ വരുന്നതും നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നതും അത് കറക്റ്റായിട്ട് ചെയ്യുന്നതും. അത് നമ്മുടെ ഈ ഇത്രയും കാലത്തെ പടത്തിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ആക്ടർക്ക് അത് എത്ര ഉപകാരപ്പെടും എന്നുള്ളതാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു ആക്ടറിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരുന്നില്ല. നമ്മളൊരു ടെക്നീഷ്യനായിട്ട് നിൽക്കുന്ന സമയത്ത് രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇരിക്കാതെ വർക്ക് ചെയ്യണം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. ഇരിക്കാനൊക്കെ വിട്ടുപോകും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴെങ്കിലും ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാറില്ല. കാരണം അടുത്ത സീനിന് വേണ്ടി റെഡിയാക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി സാധനങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ആക്ടേഴ്സ് വന്നിട്ടുണ്ടാക്കുന്ന അവരുടേത് അൺകംഫർട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചിരി വരാറുണ്ട് പലപ്പോഴും അന്ന്. പക്ഷെ ആക്ടറായിട്ട് നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവരുടെ അൺകംഫർട്ട്നെസ് അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന സാധനമാണ്. അത് സാറ് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമ്മൾ ആ ടെക്നീഷ്യനായിട്ട് നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് അതൊന്നും നിസ്സാരമായ കാര്യങ്ങളായിരിക്കും. പക്ഷെ ആക്ടർ എന്ന രീതിയിൽ അത് അവരെ സംബന്ധിച്ച് വളരെ വലിയ കാര്യമാണ്. കാരണം അവരുടെ മനസ്സിനെപ്പോഴും വളരെ എന്താണ് പറയുക, വളരെ കൂളാക്കി നിർത്തിയാൽ മാത്രമാണ് അവർക്ക് ഇത്രയും ആളുകളുടെ മുന്നിൽ കരയാനും ചിരിക്കാനും പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെല്ലാം ഒരു ബ്ലോക്ക് വരും. അതുകൊണ്ടാണ് ആക്ടേഴ്സിന് ഇത്രയധികം സൗകര്യങ്ങൾ കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ക്യാമറയുടെ പിന്നിൽ പോയി നിന്ന് കരയുകയോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യാലോ. ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവർക്ക് ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അഭിനയിക്കേണ്ടി വരും. അപ്പം അതൊക്കെയാണ് ആക്ടേഴ്സ് അനുഭവിക്കുന്നത്. പക്ഷേ ഒരു ടെക്നീഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയും വെയിലും കൊണ്ട് നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. അപ്പം അതറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ അരമണിക്കൂർ വൈകുമ്പോൾ തന്നെ നമ്മുടെ ടെൻഷനായി തുടങ്ങും. അത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഹിന്ദി പടങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ആക്ടർ ആവുന്നതിന് മുന്നേ ഒരു പടം വർക്ക് ചെയ്യിപ്പിക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. ചില പുത്രന്മാരെ അല്ലെങ്കിൽ പുത്രിമാരെ ഒക്കെ അവർ ഒരു പടം വർക്ക് ചെയ്യാൻ അവരുടെ പ്രൊഡക്ഷൻ ഹൗസിൽ വിടും. അവരങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷെ അപ്പോൾ നമുക്ക് ചെറിയ തോതിലെങ്കിലും അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നേരം വൈകി വരില്ല. അതിപ്പം ഷൈൻ പങ്ക്ച്വൽ ആണെന്ന് എല്ലാവരും പറയുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാ, ഷൈൻ അതിന്റെ ബുദ്ധിമുട്ട് അറിയാം, അതുകൊണ്ട് ഒരിക്കലും അല്ലാതെ പെരുമാറാൻ പറ്റില്ല. അത് അറിയാവുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ
പറ്റുന്നത് കഴിയുന്നത് ശ്രമിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു സെറ്റിൽ ഷൈനെ എങ്ങനെ അൺകംഫർട്ടബിൾ ആക്കുന്ന എന്തൊക്കെയാ നോർമലി നമ്മുടെ പേഴ്സണലി ലൈഫിലുണ്ടാവുന്ന സാധാരണ ആളുകളിലുണ്ടാവുന്ന വിഷമങ്ങളും ദേഷ്യങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ ആ സീനിനൊക്കെ എഫക്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ എപ്പോഴും ഈ ആക്ടേഴ്സ് എപ്പോഴും ഓണാക്കി നിർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ആക്ടേഴ്സ് കൂടുതലായിട്ട് ലഹരികൾക്ക് അടിമകളാവും, അല്ലെങ്കിൽ അവരിങ്ങനെയാണ്, അവരെപ്പോഴും അടിച്ച് കൂത്താടി ചില്ലായിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ആളുകൾക്ക് വേണ്ടത് പെർഫോമൻസാണ്. അപ്പോൾ ആ പെർഫോമൻസിന് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പച്ചവെള്ളം പോലെ നിൽക്കണം നമ്മൾ, ഒന്നും കലരാതെ, ഒന്നും മനസ്സിലായില്ലേ. അപ്പോൾ ആ പച്ചവെള്ളം ആക്കി നിർത്താൻ എല്ലാവർക്കും പക്ഷെ മാനസികമായി കൺട്രോൾഡായിട്ട് പറ്റുന്ന വരില്ല. അത് എക്സ്പീരിയൻസിലൂടെ ആയിരിക്കാൻ പറ്റുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. ഇപ്പം ഷൈൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു 10 സിനിമയിൽ 10 പോലീസുകാരാണെങ്കിൽ 10ഉം 10 ആയിരിക്കണം. അതുപോലെ ഇപ്പോൾ ഒരു സിനിമയിൽ കരയുന്ന പോലെ വേറൊരു സിനിമയിൽ കരയരുത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കണം. ആ രീതിയിൽ സ്വയം പെർഫോമൻസിനെ ഇങ്ങനെ റീഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളത് നമുക്കറിയാലോ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അത് വരാതെ നോക്കും. ഇപ്പം ഉണ്ടയിലുള്ള പോലീസുകാരനെ പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ തല്ലുമാലയിലെ പോലീസുകാരൻ, അതുപോലെ ആയിരിക്കില്ല റോയിലെ പോലീസുകാരൻ. ഇത് നമ്മൾ പണ്ട് മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു 10 പടം അല്ലെങ്കിൽ 30 പടത്തിൻ്റെ ഒരു പടത്തിൻ്റെ പിക്ചർ നമുക്ക് കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അത് ഏത് സിനിമയുടെയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ നുറുക്കുവിദ്യകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ബട്ടൺസിൻ്റെ എണ്ണം തുറന്നിടുന്നതിലുള്ള വ്യത്യാസം, കൈ മടക്കി വയ്ക്കുന്നതിലുള്ള വ്യത്യാസം, കൃതാവിൻ്റെ ഇറക്കത്തിലുള്ള വ്യത്യാസം, മീശയുടെ ചെറിയ തലപ്പ് നീട്ടുന്നതും കയറ്റുന്നതും, മുകൾ ഭാഗം വടിച്ചിറക്കുന്നതിൻ്റെയും, മുടി ഇരുന്നതിൻ്റെയും, സൈഡ് ഇരുന്നതിൻ്റെയും, മുകളിലേക്ക് ഇരുന്നു, അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾക്കെങ്കിലും മനസ്സിലാവണം. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ സിനിമ രാജമാണിക്യമാണ്, അല്ലെങ്കിൽ ഇത് ഇൻസ്പെക്ടർ ബൽറാമാണ്, ഇത് അല്ലെങ്കിൽ ഈ പടമാണെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ട്രൈകൾ നമ്മുടെ ആക്ടേഴ്സിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. കാരണം ഒരേ സമയം രാത്രിയും പകലും വേറെ വേറെ പടങ്ങൾ ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മൾ. അല്ലാതെ ഹോളിവുഡിലെ പോലെ 3 വർഷം എടുത്തൊരു ക്യാരക്ടർ ചെയ്യണതല്ലല്ലോ. അപ്പോൾ നമ്പർ 20 മദ്രാസ് മെയിൽ രാത്രി ചെയ്യുന്നു, മൃഗയ അവിടെ പോയിട്ട് പകൽ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾക്കും ആക്ടർ ആവുന്ന സമയത്ത് ഈ വ്യത്യാസങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഐഡിയകളൊക്കെ കിട്ടുന്നത്. അതുപോലെ ഇപ്പോൾ ഷൈൻ്റെ 100ാമത്തെ പടം എന്ന് പറഞ്ഞു. ഈ 100 കഥാപാത്രങ്ങൾ കണ്ടാൽ മനസ്സിലാവോ ഏത് സിനിമയാണ് ഏത് കഥാപാത്രമാണെന്നുള്ള കാര്യം? നമുക്ക് മനസ്സിലാവും അല്ലേ? നമ്മൾക്ക് മാത്രം മനസ്സിലാവുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ആളുകൾ പറയുന്നത് ഞാൻ ഒരേ ടൈപ്പ് പടങ്ങളാണ് ചെയ്യണതെന്ന്. ഒരേ ടൈപ്പ് സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ, പക്ഷെ ക്യാരക്ടേഴ്സിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. എനിക്ക് ഒരുപാട് ഇപ്പം കുറുപ്പിലെ കഥാപാത്രമാവട്ടെ, ഭീഷ്മയിലെ കഥാപാത്രം, ലവ് എന്ന് പറഞ്ഞ സിനിമ ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇഷ്കാണ്. ഇഷ്കിലെ കഥാപാത്രം ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. നമ്മൾ പേടിച്ചു പോകും, വെറുത്തു പോകും, അങ്ങനെ ഒരു കഥാപാത്രമാണ്. അപ്പം അതൊക്കെ ഡയറക്ടർ കൂടി ഇൻപുട്ടിൻ്റെ ഭാഗമായിട്ട് ആ ഒരു മാനറിസം പിടിച്ച് അതെങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ? അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ സ്ക്രിപ്റ്റ് ഒരു ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റാണ്. ചെറിയൊരു സംഭവത്തിന് രതീഷിൻ്റെ സ്ക്രിപ്റ്റുകൾ അറിയാലോ. പിന്നെ അവർ പൂർണ്ണമായിട്ട് നമുക്കൊരു സ്വാതന്ത്ര്യം തരുന്നു അതിൽ. കാരണം നമ്മൾ ലെങ്തി ഷോട്ടുകളായിട്ടാണ് എടുക്കുന്നത്. പിന്നെ അത്രയും ഡീറ്റെയിൽഡായിട്ട് ഒരു ആക്ടർ വന്നതിന് ശേഷം അയാൾക്ക് തിരിച്ചു പോകുന്നത് വരെ അയാൾ സ്ക്രീനിൽ തന്നെ നിൽക്കണം ഒരുപാട് സമയം. ഒരു സിനിമയിലും അങ്ങനത്തെ സ്പേസ് കിട്ടില്ല. ഇനി എത്ര വലിയ നായകനാണെങ്കിലും ഒരു സീൻ കഴിഞ്ഞാൽ പോകണം, വേറെ സീൻ വരുമല്ലോ. ഇത് പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പോകുന്നത് വരെ ഒരു നമ്മൾ പോലും വിചാരിക്കാത്തത്ര സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊണ്ടുവരാം. ആ കിട്ടിയ സ്പേസുകളാണ് ആ ഇഷ്കിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതും പിന്നെ ഈ ക്യാരക്ടർ അവിടെ ഒരു പ്ലേ ആണല്ലോ നടക്കുന്നത്, അതുകൊണ്ടും അതിന് സ്പേസാണ്. പക്ഷെ എൻ്റെ ക്യാരക്ടറിന് അധികം സ്പേസ് ഇല്ല അവിടെ, ഒരേ ഇമോഷനിലാണല്ലോ നിൽക്കുന്നത്. അപ്പം നമ്മൾക്ക് ആളുകളെ ഇപ്പോൾ പോലീസാണ് തെറ്റിദ്ധരിപ്പിക്കാം ആദ്യം വരുമ്പോൾ. പിന്നെ ഗ്രാജുവലി വിചാരിക്കും പോലീസല്ല, ഇവർ ചെയ്യുന്ന പരിപാടി ഇതാണ്. അപ്പോൾ ആ ക്യാരക്ടറിൽ തന്നെ അതുണ്ട്, ആ ഡീറ്റെയിലിംഗ്. അതേപോലെ അല്ല ഇപ്പൊ വീട്ടിലേക്ക് കയറി വരുമ്പോ അയാൾ മൊത്തം മാറിയല്ലോ. അപ്പം നമ്മള് തലേദിവസം കണ്ട ആളല്ല. അപ്പോ ആ കഥയിലും ആ കഥാസന്ദർഭങ്ങളിലും ആ ക്യാരക്ടറിന് അത്രയും ഡിഫറൻസും അത്ര ഡീറ്റെയിലിംഗും ഉണ്ടായി. ഇപ്പൊ ഷൈൻ ചെയ്തതിൽ
ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ചാലഞ്ചിങ് ആയി തോന്നുകയും ഒരുപാട് പരിശ്രമം ഇട്ടൊക്കെ ചെയ്ത ഒരു കഥാപാത്രം ഇപ്പോൾ പറഞ്ഞതായിരിക്കും? കുമാരിയിലെ ക്യാരക്ടർ നമ്മൾക്ക് ഒരുപാട് നമ്മൾ ട്രൈ ചെയ്ത് പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്തതാണ്. അതെ, ഒരു ഡിഫറെൻ്റ് ആയ ഒരു കഥാപാത്രമായിരുന്നു അത്. കാരണം അതിൽ ക്യാരക്ടർ പറഞ്ഞു വരുമ്പോൾ നമ്മൾ സർഗത്തിലെ കുട്ടൻ തമ്പുരാനെ പോലെ തുടങ്ങി ഭയങ്കര വലിയ ദുർമന്ത്രവാദി പോലെ, അല്ലെങ്കിൽ ആ നാടിനെ സംരക്ഷിക്കേണ്ട ഒരു തമ്പുരാനായിട്ട് മാറേണ്ടതും, എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇയാൾ പ്ലാൻ ചെയ്തതാണ് ഇതെല്ലാം എന്നുള്ളതൊക്കെ വരണം. അതെ, അപ്പോൾ കുട്ടൻ തമ്പുരാനെ പോലെ എന്നാൽ ഇരിക്കാനും പാടില്ല. അപ്പോൾ പിന്നെ മന്ത്രങ്ങളും അതിൻ്റെ അഭിചാരങ്ങളൊക്കെ ചെയ്യുന്ന സമയങ്ങളിലും നമ്മുടെ ചേഷ്ടകളും മുദ്രകളും ഒക്കെ ഏകദേശം അതിനോട് സമയമുള്ളതായിട്ട് വരണം. അപ്പം അതിൽ ആ താലി എടുത്ത് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെറിയൊരു ഡീറ്റെയിലിംഗ് ആണ്. അപ്പം അങ്ങനത്തെ സംഭവം ഒരു വഴക്കം വേണമല്ലോ അതിനല്ലേ, വേറൊരു തരം വഴക്കം ഉണ്ടാക്കാൻ വഴക്കം വേണം. സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ അതിൽ ഗാരി എന്ന് പറയുന്ന ഒരു ദേവനെയാണ്, ഒരു ഇതിനെയാണ് അവർ വർഷിപ്പ് ചെയ്യണം. അപ്പം ഗാരിയുടെ കുറേ സ്വഭാവങ്ങളും ഗാരിയുടെ ഒരു ശബ്ദം നമ്മുടെ ശബ്ദത്തിലും വരണം. അതുകൊണ്ടാണ് പലപ്പോഴും അത് ചങ്കിൽ നിന്നും നെഞ്ചിൽ നിന്നൊക്കെ ആ ശബ്ദം വരുന്നത്. ക്ലിയർ ആവണം എന്നില്ല. ഗാരിയുടെ ശബ്ദം കുറച്ച് അങ്ങനെയാണല്ലോ വരുന്നത്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒരാളെ പോലെ അല്ല അതിൽ ധ്രുവൻ എന്ന് പറയുന്ന ആൾ സംസാരിക്കുന്നത്. വ്യക്തമാവാത്ത ശബ്ദത്തിലാണ്. ഓക്കെ, അതോ ഈ ക്യാരക്ടറിന്റെ പ്രത്യേകത കൊണ്ടായിരുന്നു അത്? അതെ. അപ്പോൾ ഇപ്പം കുമാരി ആവട്ടെ, ഇപ്പം ജിഗർദണ്ഡ പോലും, ജിഗർദണ്ഡയുടെ പ്രസ് മീറ്റിൽ അവർ തന്നെ പറയുന്നത് കേട്ടോ, ഡയലോഗ് മനസ്സിലായില്ല എന്നുള്ള കാര്യം. അതൊരു എനിക്കിപ്പോൾ കുമാരി കണ്ടപ്പോൾ നമ്മൾ സബ് ടൈറ്റിൽ നോക്കേണ്ടി വന്നിട്ടുണ്ട് ചില ഡയലോഗ് ക്ലിയർ ആവാൻ. അപ്പോൾ ഒരു ആ ശബ്ദം അല്ലെങ്കിൽ ഡയലോഗ് പ്രസൻറ്റേഷൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതൊരു വിമർശനമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തോന്നിയിട്ടുണ്ട്? പക്ഷേ ക്യാരക്ടറിനനുസരിച്ചുള്ള വ്യക്തതയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം സിനിമയിലെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബോഡി ലാംഗ്വേജുമാണ്. നമ്മൾ കൊറിയൻ സിനിമയും റഷ്യൻ സിനിമയും സ്പെയിനിൽ സ്പാനിഷ് പടങ്ങളൊക്കെ കാണുന്നത് മുഴുവൻ എല്ലാ അർത്ഥവും കേട്ട് മനസ്സിലായിട്ടല്ലല്ലോ. കുറേ അയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടാണല്ലോ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ധ്രുവൻ ചെയ്യുന്ന സമയത്ത് ശബ്ദം കൊണ്ടും ഡയലോഗ് കൊണ്ടും മനസ്സിലായില്ലെങ്കിലും എല്ലാത്തിനും ആക്ഷൻസ് ഉണ്ട് അവിടെ. കുമാരിയോടാണ് അദ്ദേഹം ആദ്യമായിട്ട് സംസാരിക്കുന്നത് മനസ്സ് തുറന്ന്. ഉള്ളുവലിഞ്ഞ് നിൽക്കുന്ന ആളാണ്. ചേട്ടനോടും വീട്ടുകാരോടും ആരോടും സംസാരിക്കാത്ത ആളാണ്. കുറേ കാലങ്ങളായിട്ട് സംസാരിക്കാത്ത ഒരാളുടെ സംസാരം ഒരിക്കലും വ്യക്തമായിരിക്കില്ലല്ലോ. സംസാരം വ്യക്തമാവുന്നത് സംസാരിച്ചിട്ടല്ലേ. ഈ സ്പീച്ച് തെറാപ്പി തന്നെ സ്ഥിരമായിട്ട് സംസാരിക്കുന്നവർക്ക് തന്നെ സ്പീച്ച് തെറാപ്പി ചെയ്യാറുണ്ട് വ്യക്തമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനിച്ചിട്ട് അത്രയും കാലത്തോളം ആരോട് സംസാരിക്കാത്ത ഒരു വ്യക്തി സ്ഫുടതയോടുകൂടി സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയില്ലേ ആ ക്യാരക്ടർ. അപ്പം അത് മനസ്സിലാക്കാനുള്ളത് പോലും ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു അവാർഡിന് പരിഗണിക്കുമ്പോഴും ഒക്കെ ഡയലോഗ് മനസ്സിലായിട്ടില്ല എന്നായിരിക്കും അവർ പറയണത്. ഡയലോഗ് മനസ്സിലായി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അവിടെ പോകുമല്ലോ. പക്ഷെ ക്രമേണ അയാളുടെ ഡയലോഗുകൾ വ്യക്തമായി തുടങ്ങും എൻഡിലേക്കൊക്കെ ആകുമ്പോൾ. പക്ഷെ അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ആൾക്കാർ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇയാൾ അധ്യാപകനല്ലല്ലോ മലയാളം പഠിപ്പിക്കുന്ന. കഥാപാത്രത്തിന്റെ പ്രത്യേകതയാണെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു പ്രേക്ഷകരിലേക്ക് എത്താത്തത് കൂടിയാവാം. അവരങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അവരിപ്പോൾ ഏത് കഥാപാത്രമാണെങ്കിലും വളരെ സ്ഫുടതയോടുകൂടി സംസാരിക്കുന്ന ആക്ടേഴ്സിനെയാണല്ലോ കൂടുതൽ കണ്ടിട്ടുള്ളത്. അത് നമ്മൾ ഡബ് ചെയ്യുന്ന ചിത്രങ്ങളായതുകൊണ്ട് തന്നെ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമല്ലോ. പന്നീർ റസൂൽ പോകുന്ന സമയത്ത് അവിടുത്തെ ആക്ട് സംസാരിക്കുന്നത് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിരുന്നില്ലേ. അത് ലൈവായിട്ട് എടുക്കുന്ന ശബ്ദം നമുക്ക് പരിചിതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ക്ലിയർ ആയിട്ട് ഡബ് ചെയ്ത ചിത്രങ്ങളാണ് കേട്ടിട്ടുള്ളത് അധികം. അപ്പോൾ ലൈവ് സൗണ്ടുകൾ, ലൈവായിട്ട് എടുക്കുന്ന സംഭാഷണങ്ങൾ പെട്ടെന്ന് നമുക്ക് അതേപോലെ ക്ലിയർ ആയിട്ട് കേൾക്കണം എന്നില്ല. പിന്നീട് തുടർച്ചയായി അങ്ങനത്തെ ടൈപ്പ് ചിത്രങ്ങൾ വരുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഫെമിലിയർ ആവും. പുതിയ ആക്ടേഴ്സ് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്കയാളുടെ ശബ്ദം ഒന്ന് ആദ്യം കേൾക്കുമ്പോൾ ഡയലോഗുകളൊന്നും മനസ്സിലാവില്ല. പക്ഷെ പിന്നീട് പുള്ളി പറയാൻ തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവില്ല എന്താണെന്ന്. അപ്പോൾ പുതിയൊരു ആക്ടർ വരുമ്പോഴും പുതിയൊരാളെ നമ്മൾ പരിചയപ്പെടുമ്പോഴും അവരുടെ സംഭാഷണം പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആവില്ല. പിന്നെ ക്രമേണ അവർ സംസാരിച്ചപ്പോൾ കാസർഗോഡുള്ള ഒരാൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ. പക്ഷെ അവരായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. പുതിയൊരു ക്യാരക്ടറിനെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഉണ്ടാവുന്ന അവ്യക്തത. പൊതുവെ സിംഗ് സൗണ്ട് ആണോ ഡബിംഗ് ആണോ സിംഗ് സൗണ്ട്? അതാണ് എളുപ്പം. കാരണം നമ്മൾ ഓടിപ്പറയുന്നതും നിന്ന് പറയുന്നതും ചെരിഞ്ഞു പറയുന്നതും ഒക്കെ നമ്മൾ ഒറ്റയടിക്ക് നിന്ന് പറയണ്ടേ.
നമ്മൾ ഇരുന്ന് പറയുന്നതിനും എഴുന്നേറ്റ് കൊണ്ട് പറയുന്നതിനൊക്കെ വേരിയേഷൻസ് ഉണ്ട്. ഈ വേരിയേഷൻസ് ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഡബിങ്ങിൻ്റെ സമയത്ത്. ഇവിടെ നിന്നിട്ട് എല്ലാം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മിമിക്രി പോലെ. അപ്പോൾ അതിലൊരു അപൂർണത ഉണ്ടാവും. അപ്പോൾ പുറത്തുള്ള പടങ്ങളിൽ കൂടുതൽ ജീവനുള്ള കഥാപാത്രം പോലെ അല്ലെങ്കിൽ കൂടുതലും ഉള്ള പോലെ തോന്നിക്കുന്നത് കൂടുതൽ ലൈവ് സൗണ്ടുകൾ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ഇവിടെ നിന്നിട്ട് വീണ്ടും മിമിക്രി കളിക്കുക നമ്മൾ ഡബിങ് സ്റ്റുഡിയോയിൽ പോയിട്ട്. പക്ഷെ നമുക്ക് അതാണ് കേൾക്കാൻ രസം. ഒറ്റയടിക്ക് ഇരുന്നിട്ടും എല്ലാം മനസ്സിലാവുമല്ലോ സിനിമയ്ക്ക്. പക്ഷെ മൊത്തം ആ സീക്വൻസും ഭാവങ്ങളും ബോഡി ലാംഗ്വേജ് കൊണ്ടൊക്കെയാണ് മനസ്സിലാവേണ്ടത്. എല്ലാ ഡയലോഗും ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അല്ല ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് മനസ്സിലാക്കാൻ പാടുള്ളൂ. ഈ വിവേകാനന്ദം വൈറലാണെന്നുള്ള സിനിമയിലെ കഥാപാത്രം എന്താ? നമ്മൾ ട്രെയിലർ കണ്ടു, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താണ് കഥാപാത്രം? ഇയാളൊരു ഫിഷറീസ് ഓഫീസറാണ്. നാട്ടിൻപുറം പോലെയുള്ള ഇടുക്കി പോലെയുള്ള സ്ഥലത്ത് നിന്ന് കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് വന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആഴ്ചയിൽ തുടക്കത്തിൽ പുള്ളി ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ട് ആഴ്ചയുടെ അവസാനം തിരിച്ച് വീട്ടിലേക്ക് പോവുകയും വീട്ടിൽ പ്രശ്നക്കാരനൊന്നുമില്ലാത്ത സാധാരണ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ നടക്കുകയും ചെയ്തു. പക്ഷേ പുള്ളിയുടെ ലൈഫിലേക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ്, സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഇയാൾക്ക് റിലേഷൻസ് ഉണ്ടാവുന്നുണ്ട് വേറെ വേറെ. പിന്നെ ഇയാൾ പലതരം ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാത്ത ആളാണ്, സിഗരറ്റ് വലിക്കാത്ത ആളാണ്, കള്ളു കുടിക്കാത്ത ആളാണ്, ഭയങ്കര ക്ലീനാണ്, നീറ്റ് ആൻഡ് ക്ലീനാണ്, ഡ്രസ്സിങ് പഞ്ച്വാലിറ്റി എല്ലാം കറക്റ്റാണ്. പക്ഷേ ഇയാളുടെ സ്വഭാവത്തിലുള്ള ചില വൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് നമ്മൾ ഇന്നത്തെ തലമുറയിൽ കാണാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരുപാട് ജീവിത രീതികളുണ്ട് പുള്ളിക്ക്. അതിനെ കറക്റ്റായിട്ടൊരു ഫാമിലിയിലേക്ക് വെച്ചിട്ടുണ്ട് സാർ, അതിന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ +2 കഴിഞ്ഞിട്ട് കമൽ സാറിൻ്റെ കൂടെ പോകുമ്പോഴേ ആ കുഞ്ഞിലേ അഭിനയിക്കാനായിരുന്നു താല്പര്യം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ആരെ കണ്ടിട്ടാ, അല്ലെങ്കിൽ നമ്മൾക്കിങ്ങനെ ചില സിനിമകൾ അല്ലെങ്കിൽ ചില നടന്മാരെ കണ്ടിട്ട് എനിക്കും നടൻ അങ്ങനെയൊക്കെ തോന്നുമല്ലോ, അങ്ങനെ ഒരു സ്പാർക്ക് അതെവിടെ? എനിക്ക് ഏറ്റവും ആദ്യം അട്രാക്റ്റഡ് ആയിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിൻ്റെ കളികളും ചിരികളും ഇടികളും ഒക്കെയാണ്. സാധാരണ ഒരു വളർന്നു വരുന്നത് 83 ഞാൻ ജനിച്ചത്. അപ്പം 83 എന്നൊക്കെ പറയുമ്പോൾ ഒരു 86 മുതലൊക്കെ ഞാൻ പടങ്ങളിൽ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അന്ന് തിയേറ്ററിൽ പോയിട്ടാണ് പടം കാണുന്നത്, വേറെ എവിടെയൊന്നുമില്ല. അപ്പം അച്ഛനും അമ്മയുടെയും കൂടെ പോകുന്ന സമയത്ത് ഇത്രയും വലിയ ബിഗ് സ്ക്രീനിൽ പടം കാണുമ്പോൾ വേറെ എവിടേക്കും ശ്രദ്ധിക്കേണ്ടി വരാറില്ല. അതിൽ കാണുന്ന ഏറ്റവും പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിട്ടുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന ആ എനർജിയിലാണ്. അദ്ദേഹം കാണിക്കുന്നത് പെട്ടെന്ന് കുട്ടികളിൽ അട്രാക്ട് ചെയ്യിപ്പിക്കുമല്ലോ, അയാളുടെ തലകുത്തി മറിച്ചിലും. അല്ലാതെ ആ കുറുമ്പ് എന്ന് പറയുന്നത് കുട്ടികളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അല്ലാതെ ഒതുങ്ങി നിന്ന് ഭയങ്കര പക്വതയോടുകൂടി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലല്ലോ പുള്ളിയുടെ. നമുക്ക് ആ സമയത്ത് ഭയങ്കര പക്വതപരമായിട്ടുള്ള ഒരു കുടുംബനാഥൻ്റെ ക്യാരക്ടറും പിതാവിൻ്റെ ക്യാരക്ടറും ഒക്കെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതലും അട്രാക്റ്റഡ് ആയത്. അത് ക്രമേണ വളർന്ന് ഇപ്പോൾ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സോട് കൂടിയിട്ട് അത് മമ്മൂക്കായിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ തുടങ്ങും. നമ്മുടെ വളരുന്നതിനനുസരിച്ച് മമ്മൂക്കായിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ന്യൂഡൽഹി അല്ലെങ്കിൽ കിങ്, അമരം പോലെയുള്ള പടങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് അതിന് ചുറ്റും നിൽക്കുന്ന ആക്ടേഴ്സിനൊന്നും നമ്മൾ ആക്ടേഴ്സായിട്ട് കാണാറേ ഇല്ല. വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ആളുകളായിട്ടാണ്. പക്ഷേ ഒരു ലീഡ് ചെയ്യുന്ന നായകനോട് നമുക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നത്. പിന്നീട് വേറൊരു ഭാഷയിലെ ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കമൽഹാസൻ്റെ ക്യാരക്ടേഴ്സുകളാണ്. എല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ 2 പേരായിട്ട് അഭിനയിക്കുന്നു കുള്ളനായിട്ട്. ഇത് രണ്ടും ഒരാളാണോ ഞാൻ ചോദിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ അച്ഛനമ്മയുടെ അടുത്ത്. അത് നമ്മൾ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഇന്നും അതിശയിച്ചിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ആൾക്കാർ കാണുന്നത്. അന്ന് ടെക്നിക്കലായിട്ട് ഒന്നും ഇല്ലല്ലോ. പിന്നെ മമ്മൂക്കയുടെ അയ്യർ ദി ഗ്രേറ്റ് എന്നുള്ള പടം എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് ചെയ്തെടുത്ത് ഈ പടം എന്നുള്ളത് ടെക്നിക്കലായിട്ട് അറിയില്ലെങ്കിലും വളരെ പ്രത്യേകതയുള്ള ഒരു ചിത്രമായിട്ട് ഞാൻ കണ്ണുമിഴിച്ച് കണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സിനിമയിൽ അഭിനയിക്കണം, ഇതേപോലെ പെർഫോം ചെയ്യണം എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഘടകങ്ങൾ. ഇപ്പം അതൊക്കെ കണ്ടുവരുമ്പോഴേ ഇപ്പം ഷൈനിലെ നടനെ ഈ ഇങ്ങനെ നല്ല നടനാക്കിക്കൊണ്ടേ ഇരിക്കുക എന്നൊരു സാധനം ഉണ്ടല്ലോ, അതൊരു ഇപ്പോൾ ഷൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിനിമയിലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം പരാജയമായിരിക്കുന്നത്. അപ്പം അത്രയും സിനിമയിൽ ഇൻവോൾവ് അല്ലേ, അപ്പം അതിന് സിനിമയിൽ അങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെ പെർഫോം ചെയ്യുക, അതിന് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ? ഈ വാച്ചിങ് അത് തന്നെയാണ്. നമ്മൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യാൻ പറ്റാവുന്നൊരു സമയമുണ്ടല്ലോ,
അതുവരെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇരിക്കണം. കാരണം നമ്മൾ ഇപ്പോൾ ഒരു ഇഷ്ടിക എടുത്ത് അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് വെക്കണമെങ്കിൽ ആ കല്ലെടുത്ത് വെക്കേണ്ട സ്ഥാനം വരെ നമ്മൾ നോക്കണമല്ലോ, എവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നിലുള്ളതിനെയാണല്ലോ ഒബ്സർവ് ചെയ്തേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെക്കണത് എന്താണോ എങ്ങനെയാണോ വെക്കേണ്ടത് എന്നുള്ളത് അറിയണമെങ്കിൽ അതുവരെയുള്ള സംഭവങ്ങൾ അറിയണമല്ലോ. അപ്പോൾ ഒരു വ്യക്തി വളർന്നു വലുതാവാനെടുക്കുന്ന ആ കാലഘട്ടത്തിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതുവരെ എന്നുള്ളത് അറിഞ്ഞാലാണ് അടുത്തത് വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാൻ തുടങ്ങുന്നത് വരെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ചുറ്റുപാടാണെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊഫഷണലിലാണെങ്കിലും ആ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം. എന്നാലാണ് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഇത്ര വരെ കാണിച്ചിട്ടുണ്ട്, അപ്പം ഇനി എന്താണ് കാണിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ഇത്ര വരെ എന്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ആയിരിക്കണം. അല്ലാതെ നമ്മൾ 10 പാഞ്ചാലിയുടെ പടം എടുത്ത് കണ്ടിട്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. 10 പാഞ്ചാലിയുടെ പടം കഴിഞ്ഞിട്ട് ഒരുപാട് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്, മനസ്സിലായ? അപ്പം നമുക്ക് തൊട്ട് മുന്നേ വരെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റേത് പടം അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ടവർക്കൊക്കെ കാണാം. അതുകൊണ്ടാണല്ലോ പ്രേം നസീർ കഴിഞ്ഞിട്ട് വരുന്നത് ഒരിക്കലും ഫഹദ് ഫാസിലിൻ്റെ സ്റ്റൈലിലുള്ള അഭിനയമല്ല. ഫഹദ് ഫാസിൽ വരുന്നത് ഇപ്പോൾ മമ്മൂക്കയ്ക്കും മോഹൻലാലിനും ദിലീപേട്ടനും സുരേഷ് ഗോപിക്കും ജയറാമിനൊക്കെ ശേഷമാണ്. അത് പ്രേം നസീർ കഴിഞ്ഞിട്ടാണ് വരണമെങ്കിൽ അത് വർക്കാവില്ല ചിലപ്പോൾ. ചില സമയങ്ങളിൽ ചില പടങ്ങൾ സമയം തെറ്റി വരുമ്പോൾ വർക്കാവാത്തത് പോലെ. ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരിൽ കൂടുതലും രസം തോന്നിയ ഒരു ആക്ടർ ആരാ? നമുക്ക് പുതിയൊരു ആക്ടറിനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോഴും അതിനുശേഷം ഫഹദിലാണ്. കാരണം അതുവരെയുള്ളവർ പെർഫോമൻസും പ്രൊഫഷൻപരമായിട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും പുതിയൊരു മെത്തേഡ് നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പുതിയ വേറൊരു മികച്ച നടന്മാരെയല്ല നമ്മൾ നോക്കുന്നത്, നെക്സ്റ്റ് നടനെയാണ്, നെക്സ്റ്റ് സ്റ്റൈലാണ് നമ്മൾ നോക്കുന്നത്. അത് ഇപ്പോൾ ആദ്യം ചെയ്യുന്ന പടത്തിൽ നമ്മളത് കണ്ടിട്ടില്ല. പക്ഷെ പിന്നെ ചാപ്പ കുരിശിലേക്കൊക്കെ വരുമ്പോഴേക്കും ഫഹദായതുകൊണ്ടാണ് പെർഫോം ചെയ്യണം. മറ്റേത് ഒരു ആക്ടർ എന്താണോ ഇതിനു മുന്നേ ചെയ്തത് അതിനെ തന്നെ ചെയ്യുന്നതാണ്. അതുതന്നെയാണ് ബാക്കിയുള്ള ആക്ടേഴ്സിൽ നമ്മൾ അധികം കാണുന്നത്. അതല്ലാതെ അവൻ്റേതായ ദേഷ്യവും അവൻ്റേതായ റൊമാൻസും അവൻ്റേതായ ചിരിയും ഒക്കെ കാണാൻ തുടങ്ങിയത് ചാപ്പ കുരിശിലിന് ശേഷമാണ്. അപ്പോഴാണ് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻ്റ് ആയത് നമ്മൾ മമ്മൂക്കേനെ മോഹൻലാലിനെ പോലെ ഇരിക്കണം എന്നില്ല. നമ്മൾ നമ്മളായിട്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ ദേഷ്യങ്ങളും നമ്മുടെ സങ്കടങ്ങളുമാണ് കാണിക്കേണ്ടത്. അപ്പോഴാണ് നെക്സ്റ്റ് നടൻ ഉണ്ടാവുള്ളൂ. അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഫഹദിന്റെ പെർഫോമൻസ്. ചാപ്പാക്കുരിശിൽ വർക്ക് ചെയ്യുന്ന സമയത്തെ സ്ക്രീനിൽ സിനിമ കാണുമ്പോഴല്ല, അഭിനയിക്കുന്ന സമയത്തും ആ ഒരു സ്പാർക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം നമ്മൾ സാധാരണ ചൂടാവണത് മമ്മൂക്കനെ പോലെ സുരേഷ് മോഹൻലാലിനെ പോലെയാണ് അഭിനയിക്കുന്നത്. അപ്പം അതല്ല വേണ്ടത്, തന്നെ പോലെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു ഐഡിയ കിട്ടുന്നതാ. എല്ലാ ആക്ടേഴ്സും ആദ്യം മുന്നേ ഉണ്ടായ ആക്ടേഴ്സിനെ അനുകരിക്കുകയാണ് ചെയ്യുക ആദ്യം വരുമ്പോൾ. ഞാനും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ രൂപഘടന ഇല്ലാത്തതുകൊണ്ടാണ് തിരിച്ചറിയാത്തത്. പിന്നീട് നമുക്കൊരു പോയിന്റിലെത്തുമ്പോൾ മനസ്സിലാവും നമ്മൾ നമ്മളെപ്പോലെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഈ പറയുന്ന എല്ലാ ആക്ടേഴ്സും അവരുടെ മുന്നേ ഉള്ള ആക്ടേഴ്സിനെ ആയിരിക്കും അനുകരിച്ചിട്ടുണ്ടാവുക. അതാണല്ലോ അഭിനയം ആദ്യം. നമ്മൾ ആദ്യം കണ്ണാടിയുടെ മുന്നിൽ ചെയ്യുമ്പോഴും മോഹൻലാലും മമ്മൂക്കയൊക്കെ തന്നെയാണ് വരുന്നത്. ഒരുവിധ ആൾക്കാർക്കൊക്കെ മോഹൻലാലാണല്ലോ വരിക. അതെ. ഇപ്പം കുറച്ച് പേര് പറഞ്ഞു എന്ന് പറഞ്ഞു ചെയ്യുന്ന എല്ലാം ഒരുപോലെ ഇരിക്കല്ലേ എന്ന്. ഇപ്പം ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പം അതിനോട് യെസ് പറയുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ആരാ കേൾക്കുക? കഥ കേട്ടിട്ട് ഷൈൻ തന്നെ തീരുമാനിക്കുക? അത് കഥ പറയുന്ന ഒരാളെ ആണ് മെയിൻ ഘടകം. പിന്നീട് ആ കഥ, പിന്നെ കഥാപാത്രം, പിന്നെ നമ്മൾക്ക് കിട്ടുന്ന സമയം, കറക്റ്റ് സമയത്താണോ അവർ ചെയ്യുന്നത്, ഒഴിവുള്ള സമയത്താണോ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ആ കഥാപാത്രങ്ങളും സെലക്ട് ചെയ്യാനുള്ള കാരണം. പിന്നെ മികച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കഥകളൊക്കെ അവർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പിലാണെങ്കിലും തല്ലുമാലയാണെങ്കിലും ലവ് ആണെങ്കിലും എല്ലാം അവർ വന്ന് നമ്മളെ സെലക്ട് ചെയ്തതാണ്. ആ ഡയറക്ടറിലൂടെ നമ്മുടെ അടുത്തേക്ക് നമ്മളോട് ഈ ക്യാരക്ടർ ചെയ്തു വരണം എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും നല്ലത്. നമ്മളല്ല സെലക്ട് ചെയ്തത് ഈ പടങ്ങളൊന്നും. വിവേകാനന്ദനാണെങ്കിൽ കൂടി ഡയറക്ടറാണ് നമ്മളെ ചൂസ് ചെയ്യുന്നത്. നമ്മളത് കഥ കേട്ടിട്ട് നമ്മൾ എസ് പറയേണ്ട ആവശ്യമുള്ളൂ. അതിൽ ഇതൊക്കെ ഒറ്റ കേൾവിയിൽ സമ്മതിച്ച സിനിമകളായിരിക്കുമല്ലോ ഈ പറഞ്ഞ സിനിമകളൊക്കെ, അല്ലേ? എന്നാലും നോ പറയൽ ഷൈനി ഈസിയാണോ? ഇഷ്ടമായില്ലെങ്കിൽ അത് തുറന്ന് പറയാൻ പറ്റാറുണ്ടോ? ഇഷ്ടമായില്ലെങ്കിൽ നമുക്കൊന്നും കൂടി ഇരിക്കാം, അല്ലെങ്കിൽ പറയാം എന്നൊക്കെ പറയും. അത് അവരുടെ മുഖത്ത് നോക്കി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പൊതുവേ അങ്ങനെയാണോ? പൊതുവെ അങ്ങനെയാണ്. കാരണം അവർ ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരില്ല. അത് പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഡീമോട്ടിവേറ്റ്. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് പറയാം,
പിന്നെ അങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് നമ്മൾ കയറി പിടിക്കുമല്ലോ. അത് ഒരു വരാൻ പോകുന്നൊരു കലാകാരന് അത് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് നമുക്കറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഒരാൾ ക്യാരക്ടർ ചോദിച്ചിട്ട് ഇപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ഇല്ല നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, അവൻ തകർന്നു പോവില്ല അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയണം. ഒരു ആർട്ടിസ്റ്റ് എന്നതുകൊണ്ട് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ അതിൽ പിന്നിലെ ബുദ്ധിമുട്ടൊക്കെ അറിയുന്നത് കൊണ്ട് കൂടി ഒരു എത്ര കഷ്ടപ്പെട്ടാണ് ഒരാൾ ഒരു സിനിമയെ വരുന്നത്, അല്ലെങ്കിൽ എഴുത്ത്, അതൊക്കെ അറിയാലോ അല്ലേ. അതൊക്കെ അറിയുന്നത് കൊണ്ടാണ് ഒരാൾക്ക് ആക്ടർ ആവാൻ പറ്റുന്നത്. കാരണം പലതരം ഇമോഷൻസ് കാണിക്കണമല്ലോ. അപ്പോൾ ഒരു തരത്തിലും വേദന അനുഭവിക്കാത്ത, നമ്മുടെ പെയിൻ അറിയാത്ത, നമ്മളെപ്പോലെ തന്നെയാണ് മറ്റൊരാൾക്കാർക്കും പെയിനും അല്ലെങ്കിൽ സന്തോഷങ്ങളൊന്നും അറിയാത്ത ഒരാൾക്ക് ആക്ടർ ആവാനേ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ലേ, നല്ലൊരു മനുഷ്യനാവണം ആക്ടർ ആവണമെങ്കിൽ. കാരണം എല്ലാ ഇമോഷൻസും അവൻ അനുഭവിച്ചിട്ടുണ്ടാവും. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എല്ലാത്തിലൂടെയും കടന്നു പോയിട്ടുണ്ടാകണം. ആ കടന്നു പോയതിലൂടെ തന്നെയാണ് എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവാർഡ് തന്നാ അപമാനിക്കരുത് എന്ന്. അത് ഈ അവാർഡ് അതേസമയം തന്നെ അവാർഡ് കിട്ടാത്തതിന്റെ ഒരു വിഷമവും പങ്കുവെച്ചും കേട്ടിട്ടുണ്ട്. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുന്ന സമയത്ത് ഒരു 10 സംഘടന അവാർഡ് കൊടുക്കുമ്പോൾ 10 ആൾക്കാർക്ക് കൊടുക്കുന്നു. ഇപ്പം മികച്ച നടന്മാർ മാറിക്കൊണ്ടിരിക്കുന്നു, മികച്ച സപ്പോർട്ടിങ് ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവാർഡ് കിട്ടുന്നത് നമുക്ക് തന്നെ തോന്നും ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അവാർഡല്ലേ എന്ന്. ഒരാളല്ലേ ഉണ്ടാവുള്ളൂ മികച്ചത്. അപ്പോൾ അയാൾക്ക് ഒരു 2-3 അവാർഡിനെങ്കിലും അയാൾ തന്നെ വരണ്ടേ. ഇത് ഓരോരുത്തരുടെ അസോസിയേഷനുകളുടെ അവാർഡ് അല്ലാണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഒരേപോലെ വരാറില്ല, മനസ്സിലായ. കാരണം ഒരേ ജഡ്ജസ് അല്ല. പിന്നെ പലപ്പോഴും ഇവർ പറയുന്ന കാരണങ്ങളും കാര്യങ്ങളൊന്നും കറക്റ്റ് ആവുന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് അങ്ങനത്തെ തമാശകൾ വരാറുള്ളത്. ഒരാൾക്കാണെങ്കിൽ മികച്ച ചിത്രം കേന്ദ്രം തിരഞ്ഞെടുക്കുന്നതും കേരളം തിരഞ്ഞെടുക്കുന്നതും രണ്ടാണ്. അങ്ങനെ സംഭവിക്കും. പക്ഷെ റാങ്കിൽ അങ്ങനെ വരുന്നില്ലല്ലോ. ഒരാൾ പരീക്ഷ എഴുതിയ കൃത്യമാണല്ലോ. പിന്നെ ഓരോ സംഘടനയ്ക്ക് അനുസരിച്ച് ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും എല്ലാവരും കൊടുക്കുന്ന അവാർഡുകളും ഡിഫറെൻറ്റ്. പിന്നെ ഒരുവിധം അവാർഡൊക്കെ എല്ലാവർക്കും കൊടുക്കും. ഇതൊക്കെ ആക്ടേഴ്സിനെയും കലാകാരന്മാരെയും ആർട്ടിസ്റ്റുകളെയൊക്കെ അപമാനിക്കുന്നതിന് തുല്യമാണല്ലോ ശരിക്കും. ഒരു ഇയർ ഓഫ് ദ സ്റ്റാർ, പിന്നെ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് എൻ്റർടൈനർ അല്ലേ. എന്തിനാണ് ഇങ്ങനെ? ഈ സിനിമ ചെയ്തു തുടങ്ങുമ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ സങ്കല്പിക്കുമല്ലോ. അതായത് ഒരിക്കൽ ഇങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുന്നു, അല്ലെങ്കിൽ അവാർഡ് വാങ്ങാൻ പോകുന്നു, പ്രസംഗിക്കുന്നു, ഇപ്പോൾ ഓസ്കർ വാങ്ങി പ്രസംഗിക്കുന്നു എന്നൊക്കെ പലരും പറഞ്ഞു കേട്ട്. അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? സ്വപ്നങ്ങളല്ല, നമ്മളിടയ്ക്ക് ആക്ടറിൻ്റെതായിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂസും നമ്മളിങ്ങനെ പറയാം, ഈ കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. അവാർഡ് വാങ്ങുന്നതായിട്ടും അത് കഴിഞ്ഞിട്ടുള്ള പ്രസംഗമൊന്നും നമ്മൾ ചെയ്ത് നോക്കാറില്ല. അല്ല, അങ്ങനെ അവാർഡ് കിട്ടണം എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ അന്നും അങ്ങനെയും ചിന്തിച്ചിട്ടില്ല? ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ വരുള്ളൂ. ചില ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് എന്തായാലും നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് കൊല്ലം അവസാനിക്കുന്ന സമയത്ത് അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയങ്ങളുള്ളൂ. പിന്നെ അതിപ്പോൾ നമുക്കത് യൂസ്ഡ് അല്ല, നമ്മളതിൽ അധികം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല, അത് മനസ്സിലായി. കാരണം ഒരു അവാർഡ് കൊണ്ടൊന്നും നമുക്കും തൃപ്തി വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം 100 പടം കഴിഞ്ഞിട്ടും നമുക്ക് 100 പടം ചെയ്തതിന് ഇതുപോലെയൊന്നും നമുക്ക് തോന്നുന്നില്ല. നമ്മൾ കുറച്ച് പടങ്ങളായിട്ടുള്ളൂ. നമുക്ക് ഇനി എത്ര പടങ്ങൾ കിട്ടിയാലും നമ്മൾ അടുത്ത പടത്തിനെ കുറിച്ചാണ് കാത്തിരിക്കണം. ഈ വർഷം അങ്ങനെ ഇറങ്ങാൻ ഒരുപാട് സിനിമകളുണ്ടോ? ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇറങ്ങാനായിട്ട്. അത് ഇറങ്ങാനുണ്ട്. പിന്നെ ഇപ്പോൾ തെലുങ്കും തമിഴൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. തമിഴിൽ സജീവമായി നിൽക്കുകയാണോ? തമിഴിൽ ഇടയ്ക്ക് പടം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശെൽവരാഘവനായിട്ടൊരു പടം ചെയ്യുന്നുണ്ട്, ചക്രവർത്തിയൊക്കെ ആയിട്ട്. തെലുങ്കിൽ NTR-നായിട്ടുള്ള പടം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറൊരു ആക്ടറിനായിട്ടുള്ള നിതിനായിട്ടൊരു പടം നടന്നുകൊണ്ടിരിക്കുന്നു. 2 തെലുങ്ക് പടം നടക്കുന്നുണ്ട്, തമിഴ് പടം നടക്കുന്നുണ്ട്. ഹിന്ദിയിലേക്കൊന്നും ആരും വിളിച്ചില്ല? ഹിന്ദി എനിക്ക് അത്ര ഫെമിലിയർ അല്ല. പിന്നെ ഹിന്ദി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണല്ലോ. നമ്മുടെ സൗത്ത് എന്ന് പറയുന്നതും അല്ലെങ്കിൽ നോർത്ത് എന്ന് പറയുന്നതും അത് ആര്യന്മാരെ വംശകുലമാണല്ലോ. നമ്മൾ ദ്രാവിഡന്മാരുമാണല്ലോ. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾക്ക് അവിടെ പോയിട്ട് അങ്ങനെ എന്ത് ചെയ്യാനാണോ എന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മുടെ അവിടുത്തെ ആക്ടേഴ്സ് ആണെങ്കിലും അവിടെ പോയിട്ട് അങ്ങനെ അധികം പെർഫോം ചെയ്തിട്ടില്ലല്ലോ. മോഹൻലാലാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും അപൂർവമായിട്ടല്ലേ പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഹിന്ദി പടങ്ങൾ അങ്ങനെ പ്രേമിപ്പിച്ചിട്ടില്ല. ആണോ?
ആ ഓക്കെ ഓക്കെ. മറ്റ് കൺട്രീസിൽ നിന്നുള്ള സിനിമകളൊക്കെ പ്രത്യേകിച്ച് ഒ ടി ടിക്ക് ശേഷം അതിന് കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അത്തരം കാഴ്ചശീലങ്ങളുണ്ടോ? പുറത്തുള്ള പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്, ഞാൻ ഡാഡി കൂടി ചെയ്യുന്ന സമയത്ത് സെമി കൂടി നിൽക്കുന്ന സമയത്ത് ഒരുപാട് പുറത്തുള്ള കൊറിയൻ മൂവീസ് ആണെങ്കിലും സ്പാനിഷ് പടങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന അങ്ങനെ ഹോളിവുഡിൽ ഇറങ്ങി സ്പൈഡർമാൻ സൂപ്പർമാൻ അല്ലാതെയുള്ള പടങ്ങൾ കണ്ടു തുടങ്ങിയത് ആ സമയത്താണ്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ആക്ടർ എന്ന് പറയുന്ന ഒരാൾ നമ്മൾക്ക് കണ്ടുപരിചയമുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ തന്നെ ആവണമെന്നില്ല ഒരു സിനിമയെ ശ്രദ്ധിക്കാനും ആ ക്യാരക്ടർ ഫലിപ്പിക്കാനും. സാധാരണ ആർക്കും അവർ അഭിനയിക്കാൻ പടത്തിൽ അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ നിന്ന് കഴിഞ്ഞാൽ അത് അങ്ങനത്തെ കോൺഫിഡൻസ് കിട്ടിയത് വേറെ ഭാഷകളും നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് പടങ്ങളും കാണുമ്പോഴാണ്. കാരണം കിമ്മിൻ്റെ പടത്തിലൊക്കെ അഭിനയിക്കാൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ. നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഫെമിലിയർ ആയിട്ട് ആൾക്കാർക്ക് പരിചയമുള്ള മുഖങ്ങൾ ചെയ്താൽ മാത്രമേ ക്യാരക്ടേഴ്സ് ആവുള്ളൂ, സിനിമയാവുള്ളൂ എന്ന്. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ആത്മവിശ്വാസം അങ്ങനെയാണ് പുറത്തെ പടങ്ങൾ കാണുമ്പോൾ. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലത്തെ എല്ലാം നമ്മുടെ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഫേസിലൂടെ എക്സ്പ്രസ് ചെയ്യണം. പുറത്തെ പടങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഫേസിലൂടെ അല്ല ഫുൾ ബോഡിയിലൂടെയും കൂടി എക്സ്പ്രസ് ചെയ്യാം, ബോഡി മുഴുവൻ ഉപയോഗിക്കാം. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാം നമുക്ക്. നമ്മുടെ അവിടുത്തെ ആക്ടേഴ്സ് വന്ന് ഡയലോഗ് പറഞ്ഞു പോകുന്നതാണല്ലോ അധികം സിനിമകളിൽ. അപ്പോൾ ഈ കുറുപ്പിലെ ബാസിപ്പിള്ളയൊക്കെ ചെയ്യുന്നത് എപ്പോഴും പുള്ളി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അതൊക്കെ പുറത്തെ സിനിമകൾ കാണുമ്പോൾ കിട്ടുന്നതാണ്. ഇയാളൊന്നെങ്കിൽ വീഡിയോ വെച്ചുകൊണ്ട് കള്ളു പിടിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ട് നോക്കി, അതിൻ്റെ ഇടയിലാണല്ലോ ഇത് നടക്കുന്നത്. മറ്റേത് ഡയലോഗിൻ്റെ ഇടയിൽ മാത്രമാണല്ലോ ഇത് നടക്കുന്നത്. ഡയലോഗ് ആണല്ലോ വന്ന് പ്രസൻറ്റ് ചെയ്യുക, തിരിച്ചു പോവുക. അല്ലാതെ നമ്മുടെ ലൈഫിലാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലല്ലേ ഈ സംഭാഷണങ്ങളും സംഭവങ്ങളൊക്കെ വരുന്നത്. അല്ല, പക്ഷെ സിനിമയിൽ മാത്രമാണ് നിന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴാണെങ്കിലും ആ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, അവൻ്റെ പരിപാടി എന്താണെന്നുള്ളത് നമ്മൾ ചോദിച്ചറിയും. അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ട് വേണം നമ്മളവിടെ ആ സീക്വൻസിൽ ആ ക്യാരക്ടർ ഡയലോഗ് പറയാനാണെങ്കിലും വന്നു പോകുന്നതാണെങ്കിലും. അത് ഈ ഭരത് സാറിൻ്റെ പടങ്ങളിലൊക്കെ ഉണ്ട്. അതിനവർ ക്രാഫ്റ്റ് എന്ന് പറയും. അവരെ ആക്ടേഴ്സിനെ ശ്രദ്ധിച്ചാലറിയാം. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും അടുക്കളയിൽ പണിയെടുക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പിടിച്ചിട്ടായിരിക്കും വരുന്നത്. അങ്ങനത്തെ അല്ലാതെ വെറുതെ ഒന്ന് ഡയലോഗ് പറഞ്ഞു പോകുന്ന പരിപാടി ഇല്ല. അത് കമൽ സാറിൻ്റെ പടങ്ങളിലാണെങ്കിലും അവരതിനെ ഫോളോ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അത് ക്രാഫ്റ്റ് എന്ന് പറയുന്നതായിരിക്കും, അതായിരിക്കാം ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഷൈൻ ചെയ്ത പടങ്ങളിലേ അപ്പം അമ്മയ്ക്ക് അച്ഛനൊക്കെ ഇഷ്ടമുള്ള സിനിമ ഏതാ? അവർക്ക് കൂടുതലും അവർക്ക് ഇതിഹാസം ഇഷ്ടമാണ്. അധികം ഇടിയും എനിക്ക് മരിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഇപ്പം ഈ മുടി വളർത്തുന്ന കാര്യം പറഞ്ഞല്ലോ, പണ്ട് അനുവാദം ഇല്ലായിരുന്നു. അപ്പോൾ ഈ വീട്ടിലിങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നോ? ഞാൻ അതുപോലെ എവിടെയോ ഏതോ പ്രസ് മീറ്റിലും കേട്ടിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ചോദിക്കും, ഞാൻ പറയും എന്നിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്ക് പറയുന്നത്. അതെ, എല്ലാ ഇന്റർവ്യൂ അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അല്ലെ, വീട്ടിൽ ചെന്ന് വഴക്ക് പറയുന്ന അങ്ങനത്തെ അച്ഛനമ്മയാണോ? വഴക്ക് പറയാന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ അവർ പറയും, എന്തിനാ അങ്ങനെ പറഞ്ഞ്, ഇതിങ്ങനെ പറഞ്ഞ്, നമ്മൾ ആളുകളുടെ മുന്നിൽ അങ്ങനെ പറയാൻ പാടുമോ, അങ്ങനെ ഇരിക്കാൻ പാടുമോ എന്നൊക്കെ പറയും. ഈ വീട്ടിലിങ്ങനെ അത് അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ഇത്രയും ചെറുതായിട്ട് കണ്ടതല്ലേ. അപ്പോൾ നമ്മൾ കണ്ണു വരണം, കാല് വളരണം, കൈ വളരണം ഒക്കെ നോക്കിയിരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരെ പറ്റി അവരുടെ ഒരു വസ്തു അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായ ഒരു വസ്തുവിനെ മോശമായി കാണുന്നതും മോശമായി കാണുന്നവരൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്, സങ്കടമാണ്. അത് നമ്മൾക്കും ഉണ്ടാകുമ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങും. കാരണം നമ്മൾ ചെയ്തൊരു ക്യാരക്ടറിനെ സിനിമയോ തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരുടെ ഉള്ളിൽ നിന്നുണ്ടായി വന്നൊരു കുട്ടിയല്ലേ. അത് ഏത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോൾ ബോധേഡാണോ, അയ്യോ അവരെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാൽ? ഇല്ല, അവരതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും അതിലെന്തെങ്കിലും കണ്ടെത്തും. ഓക്കെ. ഈ ഷൈൻ പറഞ്ഞൊരു കാര്യം, ഇപ്പം കുറച്ചു കാലം മുമ്പ് ഇങ്ങനെ അല്ല അതിന് മുമ്പ് ഷൈനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ മറന്നുപോയി, എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് കണ്ടു. പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിച്ചൊരു കാര്യം ഞാൻ കണ്ടു. ഷൈൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഭയങ്കര ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റാണ്, അതിനുള്ള ഫൈറ്റാണ് നമ്മളിപ്പോഴും ആണോ? പക്ഷെ ഷൈനെ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഇൻ ലവ് എന്ന് തോന്നും. ഭയങ്കര സന്തോഷമുണ്ട്. അത് എല്ലാ 24 മണിക്കൂർ ഉണ്ടാവില്ല സന്തോഷം. കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടല്ലോ. കാരണം കൂടെ നടക്കുന്ന സമയത്ത് അങ്ങനെ കൈ പൊന്തിക്കാൻ പാടില്ല, ഇങ്ങനെ നോക്കാൻ പാടില്ല, എല്ലാത്തിനും ഒരു നിയന്ത്രണം വരികയാണല്ലോ. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പരിപാടി നിയന്ത്രിക്കുക എന്നുള്ളതാണ്.
അവർക്ക് ടീച്ചർ പരിപാടി ഉണ്ട്. ഇപ്പൊ ഐശ്വര്യ ആണെങ്കിലും എന്റെ അടുത്ത് എന്തെങ്കിലും കാണിക്കാൻ കണ്ടിട്ടില്ലേ, ചെവി പിടിക്കല്. അഹാനയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അഹാനയ്ക്കും ഉണ്ട് ഐശ്വര്യക്കും ഉണ്ട്. അഹാന പക്ഷെ ഷൈനെ ഭയങ്കര നന്നായി ഡീൽ ചെയ്തിരുന്നു. അങ്ങനെ ഒരാളെ ഇരുന്ന് ഡീൽ ചെയ്തോണ്ടിരിക്കുക, അതാണ് ഈ പെൺകുട്ടികളുടെ മെയിൻ പരിപാടി. അതുകൊണ്ട് തന്നെ അത് 24 മണിക്കൂർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ആക്ടേഴ്സിനെ ഫ്രീ ആയിട്ട് വിടണം. ബാസിപ്പിള്ളയൊക്കെ ചെയ്യുമ്പോൾ ബാസിപ്പിള്ളയ്ക്ക് ഒരു നിയന്ത്രണങ്ങളും ഇല്ലല്ലോ. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു, ഞാനെന്ത് കുടിക്കുന്നു നോക്കി കിടക്കേണ്ട കാര്യമില്ല. വളരെ കറക്റ്റായിട്ടുള്ള വഴികളിലൂടെ പോയി ഇതൊന്നും എത്തില്ല. അപ്പോൾ ഈ ഡോക്ടർ സണ്ണി പറഞ്ഞ പോലെ ഞാനൊരു പ്രാന്തനെ പോലെ അലഞ്ഞിരിക്കും. ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ കിണ്ടി അന്വേഷിച്ച് നടന്നിരിക്കും. പിന്നാലെ നിങ്ങൾ എന്തിനാ സണ്ണി കിണ്ടി അന്വേഷിക്കണം, അവിടെ പൈപ്പ് ഉണ്ടല്ലോ, കിണ്ടി ഞാനവിടെ കൊടുന്നെത്തിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇവർ ഓരോ വഴികളിലേക്ക് എത്തുന്നതും ഇതൊക്കെ തെളിയിക്കപ്പെടുന്നതും. അപ്പോൾ ആക്ടർ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതും അങ്ങനെയാണ്. രാത്രി കാലങ്ങളിലും അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് നടക്കുമ്പോഴും അവൻ ഓരോ എത്താൻ പാടില്ല സ്ഥലങ്ങളിലൊക്കെ എത്തുന്നതിനനുസരിച്ചാണ് ആക്ടറിൽ ആ ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ പറ്റുള്ളൂ ക്യാരക്ടേഴ്സിൽ. അപ്പോൾ അതിനൊക്കെയാണ് പണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. പണ്ട് നാടകം കളിച്ച് നടന്നിരുന്നവരൊക്കെ പറയുന്നത് അതിനെ പറ്റിയിട്ടാണ്. എഴുത്തുകാരൊക്കെ ഉണ്ടാവും അങ്ങനെ പറയാൻ. അവരുടേതായിട്ട് മാത്രം അവരെ ചെന്നെത്തുന്ന പല സന്ദർഭങ്ങളും സംഭവങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഷൈൻ ഒരു സ്നേഹത്തിന്റെ ഒരു കേസിലേക്ക് വരുമ്പോൾ ഷൈൻ കുറച്ചുകൂടി അഡ്ജസ്റ്റബിൾ ആവാൻ തയ്യാറാണ് അല്ലേ? തയ്യാറാണ്, പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. സാധാരണ രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയി തിരിച്ചു വരുന്ന പരിപാടി അല്ലല്ലോ. ചിലപ്പോൾ 10 മണിന്ന് പറയണത് രാത്രി 10 മണിന്ന് പറയണത് രാവിലെ ആയിട്ടും തോന്നേണ്ടി വരും നമുക്ക് വർക്കിന്റെ കാര്യത്തിലേ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രണയത്തിനെ പറ്റിയിട്ടും ഭാര്യ ഭർത്താവ് ബന്ധത്തെക്കുറിച്ചൊക്കെ ഭയങ്കര എതിർപ്പിൽ സംസാരിച്ചതൊക്കെ. കാരണം ഒരു തരത്തിലുള്ള ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ നമ്മളെ കൺട്രോളിങ് നമുക്ക് ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമല്ല. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പം ഈ പൊന്നാനിയിലെ ഒരു കുട്ടിക്കാലമൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ പൊന്നാനി വിട്ടു അല്ലേ? കൊച്ചിക്ക് തൃശ്ശൂർക്കാണ് താമസം മാറിയിട്ടില്ല. ഓക്കെ. അപ്പൊ അവിടെ അത് മിസ് ചെയ്യുന്നുണ്ടോ നാട്? അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലീവ് കിട്ടുമ്പോൾ നാട്ടിലേക്ക് പോകില്ല? ഇപ്പൊ അങ്ങനെ പോകില്ല. ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അന്യനെ പോലെ നിൽക്കേണ്ടി വരും. കാരണം അത് സ്കൂൾ പ്ലസ് ടു വരെയാണ് ഞാൻ അവിടെ പഠിച്ചത്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കൊണ്ട് നമ്മളവിടെ താമസിച്ചു. അതിന് ഇടയിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയല്ലോ. അന്ന് മുതൽ നാടിനെ വിട്ടു. പക്ഷെ നമ്മുടെ നാടും നാട്ടുവഴികളും കൂട്ടുകാരൊക്കെ അവിടെയായിരുന്നു. ഇപ്പൊ കൊച്ചിയിലുള്ള ആൾക്കാരായി. തൃശ്ശൂർ എനിക്ക് അങ്ങനെ കണക്ഷൻസ് ഇല്ല. കാരണം നമ്മൾ പണ്ട് സൈക്കിളിൽ നടന്നതും സൈക്കിളിൽ നടന്നതും ഓടി നടന്നതും കളിച്ചതൊക്കെ ആയിട്ടുള്ള സ്ഥലം പൊന്നാനിയാണ്. പക്ഷെ ഇപ്പൊ അതുകൊണ്ട് അവിടെ പോയി ആരും ഉണ്ടാവില്ല പരിചയക്കാർ. അന്നത്തെ ഫ്രണ്ട്സ് ആയിട്ടൊന്നും കോണ്ടാക്ട് ഇല്ല. കോണ്ടാക്ട് ഉണ്ടെങ്കിലും അവരൊക്കെ ഓരോരോ പരിപാടികളായിട്ട് പോയല്ലോ. അപ്പൊ നമ്മൾ ജനിച്ചു വളരുന്ന കാലഘട്ടത്തിലുള്ള സ്ഥലമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ അത് നമുക്ക് എന്തായാലും നഷ്ടപ്പെടും കുറച്ച് കഴിയുമ്പോൾ. അപ്പം പിന്നെ കൊച്ചിയിലേക്ക് താമസം മാറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് രക്ഷപ്പെടാനും ഉള്ള ആകെ താവളം കൊച്ചിയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ സിനിമയിലേക്കെന്ന് പറഞ്ഞ് വരാനും സിനിമ കാണാനും ഒക്കെ വർക്ക് ചെയ്യാൻ വരുമ്പോഴൊക്കെ കൊച്ചിയിലേക്ക് വരണം. മറ്റേ കൊച്ചിയിൽ താമസമായി കഴിഞ്ഞാൽ അതില്ലാതെ അല്ലേ. ഞാൻ സിനിമ എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറിയ സ്ഥലമാണ് കൊച്ചി. അപ്പോൾ അതെപ്പോഴും എനിക്ക് പിന്നെ കുറച്ച് ദൂരെ പോയിട്ട് അത് അങ്ങനെ തന്നെ കാണണം, അതുണ്ടാവണം. നമ്മൾ ചന്ദ്രനെ കണ്ട് ഇഷ്ടപ്പെട്ട് ചന്ദ്രനിൽ പോയി താമസിച്ചാൽ ചന്ദ്രനില്ലാതെ ആയില്ലേ അല്ലേ? ചന്ദ്രൻ നമുക്കിപ്പോഴും അങ്ങനെ തന്നെ കാണണ്ടേ. നല്ല ചന്ദ്രനിലേക്ക് പോകണം, അവിടെ എത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സ്വപ്നവും ആഗ്രഹങ്ങളും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത്. തൃശ്ശൂർ എത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും കൊച്ചി സ്വപ്നമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പൊതുവേ ഷൈൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്റർവ്യൂസിനൊക്കെ വരുമ്പോൾ ഈ തൊപ്പി മസ്റ്റാണോ? തൊപ്പി നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ കൊണ്ടുവന്ന് തന്നതാണ്, സാബി. അപ്പൊ പുള്ളി വന്നതിന് ശേഷമാണ് മൊത്തം കോസ്റ്റ്യൂം ഒക്കെ മാറിയത്. അതിന് മുന്നേ നൈറ്റ് ഷർട്ടനെ ഇട്ടിട്ട് വരും, ഇട്ട പാൻറ്റനെ ഇട്ടിട്ട് വരും, തൊപ്പിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പുള്ളി വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി. ഇപ്പൊ ഏത് ഫംഗ്ഷന് പോയാലും പുള്ളി രാവിലെ കൊണ്ടുവരും ഡ്രസ്സ്. എവിടെ നിങ്ങൾ പിടിച്ച് വാച്ചാണെങ്കിലും ഷൂ ആണെങ്കിലും ഒക്കെ പുള്ളി കൊണ്ടുവരുന്നതാണ്. ഡയറ്റ് അങ്ങനത്തെ കാര്യങ്ങളില്ല. പൊതുവെ ഭക്ഷണം കഴിക്കൽ കുറവാണ്, ഭയങ്കര കുറവാ. വിശപ്പ് മാറുമ്പോൾ നിർത്തും. അതിപ്പോൾ എത്ര വിശപ്പുണ്ടെങ്കിലും ഇപ്പോൾ 2 കഷ്ണം പൊട്ട് കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറും, അതോടുകൂടി നിർത്തും. അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. ഇപ്പം ബിരിയാണി ആണെങ്കിലും ഒരു ഫുൾ ബിരിയാണി കഴിക്കാൻ പറ്റില്ല. ചെറിയ പീസും കുറച്ച് ചോറും, അതോടെ നമ്മുടെ വിശപ്പ് മാറും. അപ്പം നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ശ്രദ്ധിക്കും, വിശപ്പ് മാറുമ്പോൾ നിൻ്റെ ഭക്ഷണം കഴിക്കൽ നിർത്തണം. അല്ലാതെ വയറ് നിറച്ചല്ല കഴിക്കേണ്ടത്, വിശപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള മാത്രം. എല്ലാം കഴിച്ചോ, വിശപ്പ് മാറുമ്പോൾ അപ്പം നിർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ എക്സ്ട്രാ ഇതൊക്കെ വരും. നമ്മുടെ കൈയിൻ്റെ ഷേപ്പ് പോവും, കാലിൻ്റെ ഷേപ്പ് പോവും,
വയറിൻ്റെ ഷേപ്പ് പോവും, അങ്ങനെ ഫേസിൻ്റെ ഷേപ്പ് പോവും, അങ്ങനെ നമ്മൾ വേറൊരു ഷേപ്പിലേക്ക് മാറും. ഈ ഷേപ്പ് മാറുന്നതാണ് പ്രായം കൂട്ടുന്നത് നമ്മളിൽ കാണിക്കുന്ന ഒരു മെയിൻ. കാരണം ഒരു 5 വർഷം മുന്നത്തെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചെറുപ്പമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വെയിറ്റിലുള്ള വ്യത്യാസം അല്ലേ? അപ്പോൾ പ്രായം കൂട്ടുന്നത് ഒരാളെ ഭക്ഷണം കഴിക്കൽ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മാസ് കയറുന്നതാണ്. അപ്പോൾ ചെറുപ്പമായിട്ടിരിക്കുകയാണെങ്കിലും വളരെ ഫ്ലെക്സിബിളായിട്ട് ഇരിക്കുകയാണെങ്കിലും നമുക്ക് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാം. 3 നേരം കഴിക്കണം എന്നൊരു നിർബന്ധമില്ല. 3 നേരം വിശക്കില്ല അപ്പോൾ? ഇല്ല, 3 നേരം ശരിക്കും വിശക്കില്ല. അത് നമ്മുടെ ശീലമായതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് വിശക്കുന്നതാ. ഇപ്പോൾ വിശപ്പ് വരുമ്പോൾ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അധികം നേരം കഴിക്കില്ല. വിശപ്പ് വരികയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു സാധനം കഴിച്ചപ്പോൾ അത് മാറുകയും ചെയ്യും. ഇതൊക്കെ ചിലപ്പോൾ ശരീരത്തിന് ദോഷകരമായിരിക്കും, പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ ഇതൊക്കെ എനിക്ക് കയറാൻ നല്ലതാണ്. ഇപ്പോൾ ഈ സിസ്റ്റത്തോട് യൂസ്ഡ് ആയി അല്ലേ? യൂസ്ഡ് ആയി. ഷൈൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.